ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. ഞാൻ ഇപ്പോൾ കോളേജിലാണ്. ഞങ്ങൾക്ക് ഒരു ഡ്രസ് കോഡ് തന്നു, ലൈക്ക് വൈറ്റ് ഇട്ടിട്ട് വരണം. സോ ഞാൻ വൈറ്റിലാണ്. ഓക്കെ, എന്നിട്ട് ഇതും വൈറ്റിലാണ്, എല്ലാവരും വൈറ്റിലാണ്. സോ ഗൈസ്, ഇന്നത്തെ വ്ലോഗ് നമ്മുടെ കോളേജിൻ്റെ അകത്തുള്ളതായിരിക്കും. ഓക്കെ, എല്ലാവരും ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ചായ കുടിക്കാൻ പോകുന്നു, ഒന്നും കഴിച്ചില്ല. ചായ കുടിച്ച് വന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇല്ല ചാവടി കേട്ടിയേ இதை உட்காந்து கேட்கல குடிச்சு பண்ணுவானடா உண்மையுமே நான் கேட்கிறேன். ഇന്ന് ഞാൻ കൊള്ളാം. ഇനി ആ സാധനം മ്യൂട്ട് ചെയ്യേണ്ടി വരുമല്ലോ. ഇതുവഴി പോയാലോ? വെറുതെ എന്തിനാണ് വെയിലത്ത് വഴി പോവാൻ? ഇവിടെ പിസ്സ ഉണ്ടോ? ആ, ഇവിടുത്തെ പിസ്സ ഞാൻ പറഞ്ഞു തരണോ മക്കൾക്ക്? നമ്മൾ രണ്ടിനും വേണ്ട. ഞങ്ങക്ക് നവരാത്രിയുടെ പരിപാടി ഉണ്ട് ഗൈസ് ഈ വീക്ക്. ഞാൻ അതിന്റെ വ്ലോഗൊക്കെ ഇടും കേട്ടോ. நாங்க இப்ப வந்து ஐஸ்கிரீம் வாங்க போறோம். இதுல என்னென்ன ஐஸ்கிரீம் இருக்குன்னு உங்களுக்கு காமிக்கிறேங்க. காலேஜ்ல பாருங்க, இது எடுக்காம போவானு கைஸ். அது അവിടെ எல்லா வெரைட்டியான ஐஸ்கிரீமும் உங்களுக்கு இருக்கு. எது வேணாலும் நீங்க வாங்கிக்கோங்க. எத்தனை ரூபா? That is cutting. 13. അതെന്താ ജ്യൂസ്? എന്നാ കൊള്ളാവോ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കാൻ പോകുന്നത്. മാറി മാറി ഇങ്ങനെ ടേസ്റ്റ്. എടാ തുറയടാ, ഇത് കുടിച്ചു നോക്കിയാണ്. വാ അങ്ങ് പോയി നടക്കാം നമുക്ക്. എടാ കുഴപ്പമില്ലല്ലേ? രാവിലെ വ്ലോഗ് ഇട, രാവിലെ പിടിയാവില്ല ലേസാടാ. ஹாய் கைஸ், இப்போ பிரேக் முடிஞ்சது. நாங்கள் பிரேக் முடிச்சுட்டு அப்படியே கிளாஸுக்கு போகிறோம். ஒரு லேஸு, ஒரு இது கிருஷ்ணாக்கு இது போடுவே அதானே இடும். ഇതാ പേസ് ചുമ്മാ ഫ്രണ്ടില് 2-3 സബ്സ്ക്രൈബേഴ്സ് വീണ്ടും കയറിക്കുന്നു. താണുവിന്റെ പേര് പറയാൻ പറഞ്ഞു. താണു ഹലോ താണു. ഞാൻ ഷോർട്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഷോർട്സ് കാണാത്ത ഷോർട്സ് പോയി കാണും. ഇവർക്ക് എക്സാം ആയിരുന്നു ഗൈസ്. അതെ, എക്സാം ആയിരുന്നു. ഏതാ എക്സാം എന്ന് വെച്ചാൽ അറിയില്ല, അത് വേറൊരു സത്യം. എനിക്കില്ലായിരുന്നു, കാരണം ഞാൻ തേർഡ് ഇയർ ആണ്. ഇത് ഈ കൊച്ചിറങ്ങി. എനിക്ക് എത്ര വയസ്സായി? നിനക്ക് 21. എനിക്കോ 20. പക്ഷെ ഞാനല്ലേ സീനിയർ അല്ലേ? ഏജിലാണ് കാര്യം. ഏജിലൊന്നും ഒരു തേങ്ങയില്ല. ഞാൻ ഇവിടെ വന്നപ്പോ എന്തായിരുന്നു നിന്നെ വിളിച്ചോണ്ടിരുന്നത്? ചേച്ചി. കാലഘട്ടം തന്നെ എന്തോ പോലെ രോമൊക്കെ എണീറ്റ് കൈ കിട്ടുന്നു. സീത വരുന്നുണ്ട്. വീഡിയോ എവിടെ? യൂട്യൂബില് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 ആഴ്ച.
ചെറിയ ഇവിടെ ഞങ്ങളിതാ ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ പോകുന്നു. ഓണാക്കിയേ. സീത പോവാണ്. നമുക്ക് ചോറ് കഴിക്കാൻ പോകാം ഗൈസ്. ഞാനിന്ന് ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഒന്ന് ചോറ് കഴിക്കാൻ പോകാം. ചോറ്, അച്ചാറ്, പപ്പടം, മോര്. നമുക്ക് ചോറ് കഴിക്കാൻ പോകാം. രാവിലെ ഞാൻ പറഞ്ഞില്ല എന്തുണ്ടായിരുന്നു. രാവിലെ 7 മണിക്ക് എണീച്ചു. എന്നിട്ട് രാവിലെ 7 മണിക്ക് എണീച്ച് എന്നിട്ട് ഇന്ന് 8 മണിക്ക് എണീപ്പിച്ചു. അമ്മമാര് കുട്ടികളെ നമുക്ക് കഴിക്കണ്ടേ ഗൈസ്. പൈസ ഇല്ല പൈസ. അതുകൊണ്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് എന്നെ എണീപ്പിച്ചു. അതെ മക്കളെ എണീക്കും മക്കളെ. ഞാൻ വിളിക്കും കൃഷ്ണൻ എങ്ങനെ. ഹലോ കൃഷ്ണൻ പോലെ എണീറ്റു. നമുക്ക് ചോറ് കഴിക്കാൻ പോകണം. ചോറ് കഴിച്ചിട്ട് വരുമ്പോ കാണാം. ഓക്കെ ഇവിടെ മറ്റേ ഗർഭ സംതിങ് അങ്ങനെ എന്തോ സംതിങ് ഉണ്ട്. ദർബേ എന്താണ് അതിന്റെ പേര്? നവരാത്രിയുടെ ഒരു സംഭവം ഉണ്ട് ഈ ആഴ്ച. അപ്പൊ ഡാൻസിനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഓർണമെന്റ്സ് വാങ്ങിക്കാനുണ്ട്, തുണി വാങ്ങിക്കാനുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് പുറത്തൊക്കെ അടിച്ച് പൊളിക്കുന്നു. അപ്പം ഞങ്ങളുടെ പോർട്ട്ഫോളിയോടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ടാ ഇവിടെ എല്ലാരും രാഹുലേ ചായ ഇവിടെ വായി നോക്കാൻ ആണുങ്ങളൊന്നുമില്ല ഗൈസ്. വെറും ഷോ. ഞങ്ങൾ ഗേൾസിനൊക്കെ നമ്മൾ ലെസ്ബിയൻ എന്ന് പറയാം. നമ്മള് ചായ വാങ്ങിച്ച് നമ്മൾ എപ്പ നമ്മൾ ശോകമായിട്ടിരുന്നാലും ചായ വാങ്ങിച്ച് കുടിക്കണം. അപ്പൊ നമുക്ക് ശോകമൊക്കെ പമ്പാണ്. അല്ലേ കൃഷ്ണ? ഞാൻ ചായ കുടിക്കൂലല്ലേ. കൃഷ്ണ ചായ കുടിക്കൂല ഗൈസ്. പക്ഷെ ഞാൻ ചായ മാത്രമേ ഞാൻ കുടിക്കൂ. ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് കാണും, അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് കളയും ഗൈസ്. ഞാൻ പുതിയ ടെക്നിക്കൊക്കെ കണ്ടുപിടിച്ചു. നമുക്കിനി അങ്ങോട്ട് പൊളിക്കാം. ഇന്നലെ ഞാൻ ഇട്ട ഷോർട്സില് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് സംഭവം അത് ജസ്റ്റ് ഓപ്പൺ ഫോണാണ് ഞാൻ വാങ്ങിയത്. കട വരുന്നത് M സ്ക്വയറിലാണ്. ഈസ്റ്റ് കോട്ടുള്ള M സ്ക്വയറിലാണ് കട വരുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഗായ്സ്? ഞാൻ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നോണ്ട് എന്റെ കൈ വേദനിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ കാണാം. ഓക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഫോറമോള് വന്നു. ഞങ്ങൾ ചോദിച്ചു ചുമ്മാ നടന്ന് കറങ്ങി നടക്കാന്ന് ചോദിച്ചു. പിന്നെ ഞങ്ങള് മറ്റേ പരിപാടിക്കുള്ള മെറ്റീരിയൽ എടുക്കാൻ പോയായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് വന്നു. അപ്പോൾ അവിടെ പോയി കാണിക്കാത്തതെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളിൽ നല്ല സൗണ്ട് ആയിരിക്കും. അതാണ്. പിന്നെ ഞാൻ ഇവിടെ H&M വന്നു. ചുമ്മാ വന്നതാണ്, ഒന്നും എടുക്കാനില്ല. ഞാൻ എന്താ ഇവിടെ വുമൻ സെക്ഷനിൽ വന്നു. അത്യാവശ്യം നോക്കാനില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനില്ല. ഞാൻ നേരത്തെ വൈൻഡപ്പ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഞാൻ വേറൊരു സ്ഥലത്തൊന്ന് വൈൻഡപ്പ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ ബൈ.